ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു വയനാടൻ യാത്രയാണ്. ഞാനും രാജേഷണ്ണും മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത്. മക്കൾ വന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾ രാവിലെ 7 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമൊന്നുമില്ല. ഞങ്ങൾ ഒരു ചെറിയൊരു ലോങ് ഡ്രൈവ്, അത്രയേ ഉള്ളൂ. ഞങ്ങൾ രാവിലെ പോയി വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കടയിൽ നിർത്തിയിട്ട് കുറച്ച് പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എപ്പോൾ വയനാട്ടിൽ പോകുമ്പോഴും ഞങ്ങൾ കുറച്ച് പഴം വാങ്ങി സ്റ്റോക്ക് ചെയ്യും. കാരണം പോകുന്ന വഴിക്ക് കുരങ്ങന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പഴം വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. കാരണം ഫസ്റ്റ് ടൈം പോകുന്ന സമയത്ത് റോഡ് സൈഡിനൊക്കെ ഇങ്ങനെ നിരന്ന് കുരങ്ങന്മാർ ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന കണ്ടപ്പോൾ ഒന്നും കയ്യിൽ കൊടുക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതിന് ശേഷം പോകുമ്പോൾ കുറേ പഴം വാങ്ങിയിട്ട് ഞങ്ങൾ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു. വണ്ടി നിർത്തി ചോദിച്ചപ്പോഴാണ് അവിടെ രാത്രി ഒരു കാറ് റോഡിൽ നിന്ന് താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. അത് ഉരുണ്ടുരുണ്ട് താഴെ ഒരു തോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആർക്കും അപകടമൊന്നും ഉണ്ടായില്ല. പിന്നെ JCB വെച്ചിട്ട് ആ കാറ് അവർ ഉയർത്തി കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്നതിന് ശേഷമാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. പിന്നെ ഞങ്ങൾ കൊട്ടിയൂർ അമ്പലത്തിൽ കയറി തൊഴുതു. ഞങ്ങൾ പോയ സമയത്ത് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫോണിലൊന്നും കാണുന്നില്ലേ? കുയിലാന്ന് കുയില് നമുക്ക് അപ്പുറത്തോട്ടൊന്നും പോയിട്ട് വരാല്ലോ. നല്ല രസമുണ്ട് കച്ചലൊക്കെ. ഇവിടെയല്ല, ഇങ്ങോട്ട് കാടാന്നല്ലേ ഫുള്ള്. ഭയങ്കര പോസിറ്റീവ് വൈബ് അല്ലേ? കുറേ ഇങ്ങനെ കിളികളെല്ലാം. ശരിക്കും ഇതുപോലെ നിറയെ മരം വേണല്ലേ വീട്ടിന് ചുറ്റും. താഴൊന്നും പാടില്ല, നേരെ റോക്കറ്റ് പോയിട്ട് വലിയ വിടുന്നൊക്കെ അവർക്കൊന്നും ഈ ഇതിന് പറ്റൂല. എന്നാണ് നമ്മുടെ മഹാണിക്ക് എങ്ങനെ ഇതാവും തോന്നിട്ടാ. ഇത് അടച്ചിനല്ലേ? നോക്കാലോ, ജസ്റ്റ് നോക്കാലോ. ഇങ്ങോട്ട് ഉത്സവത്തിന് മാത്രമേ ഗേറ്റ് തുറക്കൂ. നല്ല സ്ഥലം. നല്ല കാറ്റ്. എന്തൊരു തണുപ്പാണല്ലേ? അങ്ങനെ ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങി. നല്ല കാറ്റുണ്ടായിരുന്നു.
നാലാമത്തെ വളവിലെത്തിയപ്പോൾ ഞങ്ങൾ കുറച്ചു സമയം വണ്ടി നിർത്തിയിട്ടു. ഇങ്ങോട്ടപ്പം ഇങ്ങനത്തെ കാലാവസ്ഥ തന്നെയാണല്ലേ. അടുത്ത ഞാൻ പാറിക്കുന്നു. മണാലി പോയി വന്നില്ല. അന്റെ പൊടി നോക്കി നോക്കണം. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോഴാണ് അവിടെ മുളയരി പായസത്തിൻ്റെ ബോർഡ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി പായസവും വാങ്ങിക്കുടിച്ചു. എന്താ ചോദിച്ചത്? എന്തേ എല്ലാം ഉണ്ട് കേട്ടോ. പാവം പാവം കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അതാണ്. ഓ ഇവിടെ ഒരാൾ വന്നു വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ. ണ്ടോ ഒരു കുഞ്ഞാമ്മയും കുഞ്ഞിയും വന്നിട്ട്. അയ്യടാ എടാ വല്യത് ഫുള്ള് എടുത്തൂടാ. എടാ ഭീകര. കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നു. നീ ഇനി എടുത്തിട്ടുണ്ടെങ്കിലേ അതാദ്യം പോയി എടുത്തു. അതിനവർക്ക് പേടിയിട്ട. ആ വളവിലാണ്. സ്വന്തം സ്ഥലം പോലും അറിയാണ്ട് തപ്പി തപ്പി പോന്നോക്ക്. നമ്മളെ സ്ഥലം ഇതന്നെ സ്ഥലം കേട്ടാ. ഉള്ളു കാട് കയറി വരും. സ്ഥലം വരെ മനസ്സിലാവാതെ വിധത്തിലായല്ലോ. വയനാട്ടിൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. കുറേ നാളായിട്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പോയി നോക്കുമ്പോൾ മൊത്തം കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെ അവിടെ തന്നെയുള്ള ഒരാളെ കാട് വയക്കാൻ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ചുരം ഇറങ്ങിയിട്ടല്ല വന്നത്, വേറൊരു വഴിയിൽ കൂടിയാണ് വന്നത്. തേയിലേന്റെ പൂക്കണ്ട, തേയിലേന്റെ പൂക്കണ്ട. വരുന്ന വഴി റോഡ് സൈഡിൽ നിന്ന് കുറച്ച് പൈനാപ്പിളും ഉണ്ണിയപ്പവും വാങ്ങി. വയനാട്ടിലെ ഉണ്ണിയപ്പം, നല്ല ഉണ്ണിയപ്പം. എന്നാ പോവാ.
ചായ ഒരു കാപ്പിയാ ചായ ഒന്നും വേണ്ട വാ കാപ്പി അല്ലേ ചായ ചായ വേണം ചായ കാപ്പി അത് മിൽമേൻ്റെതാ നല്ല അടിപൊളി പീടിയാണ് അവരൊരു പ്രത്യേക സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ സ്കൈൻ്റെ അതല്ലേ സൂപ്പറാണ് നിങ്ങൾ ഇത്ര പാട് വാങ്ങിയിട്ടിരുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല ചേട്ടാ താങ്ക് യു